കൂട്ടുകാരെ, ഗ്രേഡ് 1 ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ 2022-23 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്, ആൻസേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ നിങ്ങളുടെ പേരെഴുതാനും സ്കൂളിൻ്റെ പേരെഴുതാനും ഡിവിഷൻ എഴുതാനും ഒക്കെ സ്ഥലം തന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കൂട്ടുകാർ ടീച്ചേഴ്സ് പറയുന്നതനുസരിച്ച് എഴുതി കൊടുക്കണം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വേ ടു ഹോം ഹെൽപ്പ് എമി ടു റീച്ച് ഹെർ ഹോം. എന്താണ്? എമിയെ നമുക്ക് ഒന്ന് ഹെൽപ്പ് ചെയ്യണം, അവളുടെ വീട്ടിലെത്താൻ വേണ്ടിയിട്ട് നമ്മൾ വഴി കാണിച്ചു കൊടുക്കണം. വളരെ സിമ്പിളാണല്ലേ. അപ്പോൾ കൂട്ടുകാർക്ക് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ നന്നായിട്ട് നോക്കി മനസ്സിലാക്കിയതിന് ശേഷം മാത്രം പെൻസിൽ കൊണ്ട് വരയ്ക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ആക്ടിവിറ്റി നമ്പർ 1, എമീസ് ഹോം. ലുക്ക് അറ്റ് ദ പിക്ചർ. താഴെ നമുക്ക് നല്ല ഭംഗിയുള്ള ഒരു പിക്ചർ തന്നിട്ടുണ്ട് അല്ലേ. ഇവിടെ ആരൊക്കെയുണ്ട്? കേറ്റ് ഉണ്ട്, എമി ഉണ്ട്, പിന്നെ ഫ്രോഗ് ഉണ്ട്, ഡക്ലിംഗ് ഉണ്ട്, കിറ്റൻസ് ഉണ്ട്, ഒരുപാട് സാധനങ്ങളുണ്ട് അല്ലേ. ഇനി ഇതിൽ ചോദ്യം എന്താണെന്ന് നമുക്ക് നോക്കാം. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് യൂസിങ് ദ വേർഡ്സ് ഗിവൺ ഇൻ ദ ബോക്സ്. താഴെ ഒരു ബോക്സ് തന്നിട്ടുണ്ട്, അതിലുള്ള വാക്കുകൾ ഉപയോഗിച്ച് ഈ സെൻറ്റൻസ് ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെയാണ് വാക്കുകൾ നോക്കിയാലോ? ഫ്രോഗ്, ഫാറ്റ് കാറ്റ്, സ്വിമ്മിങ്, കിറ്റൻസ്. ഓക്കെ, അപ്പം നമുക്ക് ഓരോന്നായിട്ട് വായിച്ചാലോ. ഒന്നാമത്തേത്, ദ ഡാഷ് ആർ പ്ലേയിങ് ഇൻ ദ ഗാർഡൻ. ആരാണ് ഗാർഡനിൽ പ്ലേയിങ് ചെയ്യുന്നത്? ആരൊക്കെയാണ്? യെസ്, കിറ്റൻസ്. ആരാണ്? കിറ്റൻസ്. അപ്പോൾ അവിടെ കിറ്റൻസ് എന്ന് എഴുതി കൊടുക്കണം. സെക്കൻഡ് വൺ, എ ഡാഷ് ഈസ് സിറ്റിംഗ് ഓൺ ദ റോക്ക്. റോക്കിൽ ആരായിരിക്കുന്നത്? നമ്മൾ കണ്ടു, ഫ്രോഗ് ആണല്ലോ. അപ്പോൾ അവിടെ ഫ്രോഗ് എന്ന് നിങ്ങൾ എഴുതണം. സ്പെല്ലിംഗ് എല്ലാം ഇവിടെ ഉണ്ട്, അത് നോക്കി എഴുതിയാൽ മാത്രം മതി. മൂന്നാമത്തത് നോക്കൂ. ഡക്ലിങ്സ് ആർ ഡാഷ് ഇൻ ദ പോണ്ട്. ഡക്ലിങ്സ് എന്താ പോണ്ടിൽ ചെയ്യുന്നത്? അവർ സ്വിമ്മിങ് ആണല്ലേ. അപ്പോൾ അവിടെ സ്വിമ്മിങ് എന്ന് എഴുതണം. നെക്സ്റ്റ് വൺ, എ ഡാഷ് ഈസ് ക്ലൈംബിങ് ഓൺ ദ ട്രീ. ആരാണ് മരത്തിൽ കയറുന്നത്? ഒരു ഫാറ്റ് കാറ്റ് ആണല്ലേ. അപ്പോൾ അവിടെ ആൻസർ ഫാറ്റ് കാറ്റ്. അപ്പോൾ ഒന്നാമത്തെ ആൻസർ എന്താണ്? കിറ്റൻസ്. സെക്കൻഡ് വൺ ഫ്രോഗ്. തേർഡ് വൺ സ്വിമ്മിങ്. ഫോർത്ത് വൺ ഫാറ്റ് കാറ്റ്. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യം നോക്കിയാലോ. ആക്ടിവിറ്റി നമ്പർ 2, എമീസ് ഫ്രണ്ട്. എമിയുടെ ഫ്രണ്ടിനെ കണ്ടു. എമി ഈസ് ഗോയിങ് ടു സ്കൂൾ. എമി സ്കൂളിലേക്ക് പോവുകയായിരുന്നു. ഓൺ ദ വേ ഷി മെറ്റ് ഹെർ ഫ്രണ്ട് താര. പോകുന്ന വഴിക്ക് ഫ്രണ്ടായ താരയെ കണ്ടു. അപ്പോൾ എന്താണ്? എമി പറയാണ് ഹായ് താര. അപ്പോൾ എന്താ താര പറയാ? ഹലോ എമി. എന്നിട്ട് എമി ചോദിക്കുകയാണ്, താരയുടെ കൂടെ ആരുണ്ട്? ഒരു പെറ്റുണ്ട്. താര, ഈസ് ദിസ് യുവർ പെറ്റ്? ഇത് നിന്റെ പെറ്റാണോ? അപ്പോൾ താര എന്താ പറയാ? യെസ്, ദിസ് ഈസ് മൈ പെറ്റ്. മൈ പെറ്റ്. ഓക്കെ, അവിടെ എഴുതേണ്ടത് മൈ പെറ്റ് എന്നാണ്. കൂട്ടുകാർക്ക് സ്പെല്ലിംഗ് അറിയാമല്ലേ. മൈ എന്ന് എഴുതാൻ എമ്മും വൈയും ഇടുക. പെറ്റ് എന്ന് പറഞ്ഞാൽ PET. ഓക്കെ, ഇനി വാട്ട് ഈസ് ഇറ്റ്സ് നെയിം? അപ്പോൾ എമി ചോദിക്കുകയാണ് എന്താണ് ഇതിൻ്റെ പേര് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ താര എന്തെങ്കിലും ഒരു പേര് പറയല്ലേ. ഇസ് നെയിം ഈസ്. ഇതിൻ്റെ പേര് വല്ല ബാലുവോ അമ്മോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒന്ന് നിങ്ങൾക്ക് അവിടെ എഴുതാം. അടുത്തൊരു ചോദ്യം നോക്കൂ. എമി, ഡു യു ഹാവ് എ പെറ്റ്? അപ്പോൾ താര തിരിച്ചു ചോദിക്കുകയാണ്, എമി നിനക്ക് പെറ്റുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ എന്താ പറയുക? യെസ്, ഐ ഹാവ് 2 പെറ്റ്സ്. എനിക്ക് 2 പെറ്റുണ്ട്. ദേ ആർ. ആരൊക്കെയാണത്? ഏതെങ്കിലും 2 പെറ്റിൻ്റെ പേര് എഴുതാം. ഏതൊക്കെ എഴുതാം നമുക്ക്? ഡോഗ് ആൻഡ് കാറ്റ് അല്ലേ. ഡോഗും കാറ്റും. DOG, ഡോഗ് ആൻഡ് കാറ്റ്. ഓക്കെ, ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റി, ലിസൺ ആൻഡ് കളർ. നിങ്ങൾ ശ്രദ്ധിക്കുക, ടീച്ചർ പറയുന്നത് ലിസൺ ചെയ്യുക, എന്നിട്ട് അതിനനുസരിച്ച് കളർ ചെയ്യുക. ഇവിടെ നല്ല മനോഹരമായ പിക്ചർ ഉണ്ട്, പക്ഷെ അതിൽ നിറം കൊടുത്തിട്ടില്ല. നിങ്ങൾ കളർ ചെയ്യുകയാണ് വേണ്ടത്. എന്താണ്? കളർ ദ ഫ്ലവേഴ്സ് വിത്ത് റെഡ്. ഫ്ലവേഴ്സിനെല്ലാം നിങ്ങൾ റെഡ് കളർ കൊടുക്കണം. ഏത് റെഡ് കളർ? ചുവപ്പ്. കളർ ദ ബലൂൺസ് വിത്ത് ബ്രൗൺ. ബലൂൺസിനെല്ലാം ബ്രൗൺ കളർ കൊടുക്കണം. കളർ ദ ബോയ്സ് ഹാറ്റ് വിത്ത് ബ്ലൂ. ബോയ്സിൻ്റെ ഹാറ്റിനൊക്കെ ബ്ലൂ കൊടുക്കണം. കളർ ദ ലീവ്സ് വിത്ത് ഗ്രീൻ. ലീവ്സിനൊക്കെ ഇലകൾക്കൊക്കെ ഗ്രീൻ കൊടുക്കണം. കളർ ദ ബട്ടർഫ്ലൈ ആസ് യു ലൈക്ക്. ബട്ടർഫ്ലൈക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു നിറം നിങ്ങൾക്ക് കൊടുക്കാം. ഓക്കെ, അപ്പോൾ അത്രയും നിറങ്ങളാണ്. അപ്പോൾ ടീച്ചേഴ്സ് ഓരോന്ന് വായിച്ചു തരും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ നിറം കൊടുക്കണം. ഇനി അടുത്തൊരു ആക്ടിവിറ്റി, വേർ ഈസ് ഇറ്റ്. ഇത് എവിടെയാണ്? ലുക്ക് അറ്റ് ദ പിക്ചർ ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് യൂസിങ് ദ ബോക്സ്. ഇവിടെ താഴെ ഒരു ബോക്സ് തന്നിട്ടുണ്ട്, അതനുസരിച്ച് നിങ്ങൾ ഈ ചിത്രം നോക്കിയിട്ടാണ് ആൻസർ ചെയ്യേണ്ടത്. ഇവിടെ എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? ഓൺ ദ ട്രീ, അണ്ടർ ദ ട്രീ, ഇൻ ദ നെസ്റ്റ്. എന്താണ് ഓൺ ദ ട്രീ എന്ന് പറഞ്ഞാൽ ട്രീയുടെ മുകളിൽ, അണ്ടർ ദ ട്രീ ട്രീക്ക് താഴെ, ഇൻ ദ നെസ്റ്റ് എന്ന് പറഞ്ഞാൽ നെസ്റ്റിൻ്റെ ഉള്ളിൽ. നെസ്റ്റ് എന്ന് പറഞ്ഞാൽ കിളികളുടെ കൂട്, അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ എവിടെയാണ്? ഫസ്റ്റ് നോക്കൂ, എ ബേർഡ് ഈസ്. ബേർഡ് എന്ന് പറയുന്നത് എവിടെയാണ്? നമുക്കറിയാം അവിടെ ഏതാണ്? നെസ്റ്റിൻ്റെ ഉള്ളിലാണല്ലോ. അപ്പോൾ അവിടെ ഇൻ ദ നെസ്റ്റ് എന്നാണ് വരിക. ഇൻ ദ നെസ്റ്റ്. എ കാറ്റ് ഈസ്. കാറ്റ് എവിടെയാ?
കാറ്റ് ഓൺ ദ ട്രീ. കാറ്റ് ഈസ് ഓൺ ദ ട്രീ അല്ലേ, ട്രീയുടെ മുകളിലാണ്. അപ്പോൾ ഓൺ ദ ട്രീ എന്ന് വരും. ഇത് രണ്ടും ഇങ്ങനെയാണ് നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത്. ഓക്കെ, ഇനി ആക്ടിവിറ്റി നമ്പർ 5, ഹൂ ആം ഐ, ഞാൻ ആരാണ്? ഐ എം എ പെറ്റ് അനിമൽ, ഞാനൊരു പെറ്റ് അനിമലാണ്. ഐ ലൈക്ക് ഫിഷ്, എനിക്ക് ഫിഷ് ഇഷ്ടമാണ്. ഐ ഡ്രിങ്ക് മിൽക്ക്, ഞാൻ പാല് കുടിക്കും. സേ മ്യൂ മ്യൂ, ഞാൻ എന്ത് പറയും? മ്യൂ മ്യൂ എന്ന് പറയും. ഹൂ ആം ഐ ആരാണ്? യെസ്, ഇറ്റ്സ് എ കാറ്റ്. എന്താ കാറ്റിൻ്റെ സ്പെല്ലിങ്? CAT, കാറ്റ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ഐ എം എ ബേർഡ്, ഞാനൊരു ബേർഡാണ്. ഐ ക്യാൻ സ്വിം, എനിക്ക് നീന്താൻ കഴിയും. ഐ സേ ക്വാക്ക് ക്വാക്ക്, ഞാൻ അങ്ങനെയാണ് സൗണ്ട് ഉണ്ടാക്കുന്നത്. ഹൂ ആം ഐ ആരാണത്? യെസ്, ദാറ്റ് ഈസ് ഡക്ക്. ഡക്കിൻ്റെ സ്പെല്ലിംഗ് എന്താ? DUCK, ഡക്ക്. ഡ്രോ ദ പിക്ചർ, നിങ്ങൾ ഇവിടെ ഡക്കിൻ്റെ ഒരു പിക്ചറും കൂടെ വരച്ചു കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ. വളരെ സിമ്പിളാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഫുൾ മാർക്ക് തന്നെ കിട്ടട്ടെ. ഓക്കെ, താങ്ക്